മുരുക ഭഗവാന്റെ അത്ഭുതങ്ങൾ അല്ലെങ്കിൽ ഭഗവാന്റെ ക്ഷേത്രങ്ങളുടെ അത്ഭുതങ്ങൾ എന്ന് പറഞ്ഞാൽ എത്ര പറഞ്ഞാലും തീരില്ല. അതുപോലെയാണ്. അതിൽ തന്നെ ഏറ്റവും അധികം അത്ഭുതവും ചരിത്രപരമായും ഐതിഹ്യപരമായും ഒരുപാട് പെരുമയുമുള്ള ക്ഷേത്രമാണ് തിരുച്ചെന്തൂർ ക്ഷേത്രം. അതുപോലെ ഭഗവാന്റെ ഏറ്റവും വലിയ അനുഗ്രഹദായക സ്വരൂപം അല്ലെങ്കിൽ ആ ഒരു മൂർധന്യ അവസ്ഥ എന്ന് പറയുന്നത് തിരുച്ചെന്തൂരിലാണെന്നാണ് പറയുന്നത്. നമ്മൾ ഏതൊരു ആഗ്രഹം ഭഗവാന്റെ മുന്നിൽ വെച്ചാലും ഭഗവാനോട് എന്ത് അപേക്ഷിച്ചാലും അതെല്ലാം ഭഗവാൻ നടത്തി തരുന്ന അത്ഭുതമാണ് തിരുച്ചെന്തൂർ മുരുകൻ എന്നാണ് ഭക്തരുടെ വിശ്വാസം. പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ പളനി പോലെ തന്നെ തിരുച്ചെന്തൂറിനും പ്രാധാന്യമുണ്ട്. കാരണം ഭഗവാന്റെ 6 പടൈ വീടുകളിൽപ്പെട്ട ഒരു ക്ഷേത്രമാണ് പളനി. അതുപോലെ തന്നെയാണ് തിരുച്ചെന്തൂരും. തിരുപ്പറം കുണ്ട്രം എന്നുള്ള ക്ഷേത്രത്തിന് ശേഷം നമ്മൾ പറയുന്നത് തിരുച്ചെന്തൂർ എന്നാണ്. എങ്കിൽ അനുഗ്രഹത്തിൻ്റെ കാര്യത്തിൽ തിരുച്ചെന്തൂരാണ് ഏറ്റവും വലിയ അനുഗ്രഹദായക ഭാവം എന്നാണ് ഭക്തരുടെ വിശ്വാസം. തിരുച്ചെന്തൂർ ക്ഷേത്രത്തെക്കുറിച്ച് പറയാനാണെങ്കിൽ ഒരുപാട് അത്ഭുതമുണ്ട്. അതിലൊരു അത്ഭുതമാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ നോക്കുന്നത്. അതിനു മുൻപ് ചെറിയൊരു കാര്യം, ഈ തിരുച്ചെന്തൂർ ക്ഷേത്രത്തെക്കുറിച്ച് മനസ്സിലാക്കാതെ മുന്നോട്ട് പോകാൻ സാധിക്കില്ല. തിരുച്ചെന്തൂർ ക്ഷേത്രത്തെക്കുറിച്ച് പറയുമ്പോൾ ആദ്യം പറയേണ്ടത് 6 പടൈ വീടിലും 6 കഥകളാണ്. ഭഗവാന്റെ ഓരോരോ കഥയാണ് ഓരോരോ പടൈ വീടിനുമുള്ളത്. അപ്രകാരം തിരുച്ചെന്തൂരിൻ്റെ കഥ എന്ന് പറയുന്നത് ശൂരസംഹാരവുമായി ബന്ധപ്പെട്ടതാണ്. ശൂരപത്മനെ വധിച്ചത് തിരുച്ചെന്തൂർ ക്ഷേത്രത്തിൻ്റെ ആ പുണ്യഭൂമിയിൽ വെച്ചാണെന്നാണ് പറയുന്നത്. അതായത് നമ്മൾക്കറിയാം, ശൂരപത്മനുമായിട്ടുള്ള യുദ്ധത്തിൽ അവസാനം ശൂരപത്മൻ ഒരു മാവായി മാറുകയും ആ മാവിനെ ഭഗവാൻ വേലുകൊണ്ട് പിളർന്ന് 2ആക്കി മാറ്റുകയും അതിലൊരു ഭാഗം മയിലാകുകയും മറ്റേ ഭാഗം ഭഗവാന്റെ സേവൽക്കൊടി അടയാളം, കൊടിയിൽ ഉള്ള ആ കോഴി അടയാളമായി മാറുകയും ആണ് ഉണ്ടായത്. അപ്രകാരം ഭഗവാന്റെ ഐതിഹ്യപരമായി ശൂരപത്മനുമായി ബന്ധപ്പെട്ടതാണ് തിരുച്ചെന്തൂരിലെ ചരിത്രം. അതുപോലെ തന്നെ തിരുച്ചെന്തൂർ ക്ഷേത്രം എന്ന് പറയുന്നത് പല മഹാന്മാരുടെ ജീവിതത്തിലും അത്ഭുതങ്ങൾ സൃഷ്ടിച്ചിട്ടുള്ള ക്ഷേത്രം തന്നെയാണ്. പല ഗുരുക്കന്മാരുടെയും ചരിത്രം ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് കേൾക്കാറുണ്ടെങ്കിലും നമ്മൾ പ്രധാനമായും 2 മഹാഗുരുക്കന്മാരുടെ കാര്യം പറയാറുണ്ട്. ഈ കഥ പറയുന്നത് ഭഗവാന്റെ ആ ഗുണവുമായി ബന്ധപ്പെട്ടതാണ്. തിരുച്ചെന്തൂർ മുരുകൻ്റെ ഏറ്റവും വലിയ ഗുണം രോഗശാന്തിയും അതുപോലെ തന്നെ അനുഗ്രഹവുമാണെന്നാണ് പറയുന്നത്. ഏത് തരം അത്ഭുതങ്ങൾ ഭഗവാനോട് ചോദിച്ചാലും ഭഗവാൻ അത് പ്രകടിപ്പിച്ച് കാണിക്കും. അപ്രകാരം കുമാരഗുരു സ്വാമിക്ക് സംസാരശേഷി ഇല്ലായിരുന്നു ജന്മന. പക്ഷേ ആ കുമാരഗുരുസ്വാമി എന്നുള്ള ആ മഹാഗുരുവിന് സംസാരശേഷി കൊടുത്തത് തിരുച്ചെന്തൂർ മുരുകനാണ്. അതുപോലെ തന്നെ ആദിശങ്കര ഭഗവത്പാദരും അതികഠിനമായ വയറുവേദന കൊണ്ട് വലഞ്ഞപ്പോൾ തിരുച്ചെന്തൂർ മുരുകനാണ് ആ രോഗമുക്തി കൊടുത്തതെന്നും, അതായത് ഭഗവാന്റെ പ്രസാദമായിട്ടുള്ള പനീറില വിഭൂതി എന്ന് പറയുന്ന ആ ഭസ്മം കഴിച്ചതിന് ശേഷമാണ് ആദിശങ്കരാചാര്യർക്ക് രോഗമുക്തി ഉണ്ടായതെന്നും, ഈ രോഗമുക്തി നൽകിയ തിരുച്ചെന്തൂർ മുരുക ഭഗവാനെ സ്തുതിച്ചാണ് പിന്നീട് സുബ്രഹ്മണ്യ ഭുജംഗം എഴുതിയത് എന്നുമാണ് ചരിത്രം. അതുപോലെ തന്നെ ആദിശങ്കരാചാര്യരുമായി ബന്ധപ്പെട്ട് പറയുന്ന മറ്റൊരു കാര്യം, ആദിശങ്കര ഭഗവത്പാദർ ഭഗവാൻ സുബ്രഹ്മണ്യനെ ആരാധിക്കാൻ ക്ഷേത്രത്തിൽ എത്തുമ്പോൾ അവിടെ ആദിശേഷൻ, സർപ്പരാജനായിട്ടുള്ള ആദിശേഷൻ ഭഗവാനെ ആരാധിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്നുള്ളൊരു ചരിത്രവും നമ്മൾ കേട്ടുവരാറുണ്ട്. അല്ലെങ്കിൽ ഈ സുബ്രഹ്മണ്യ ഭുജംഗത്തിൻ്റെ ഈ കഥയുമായി നമ്മൾ കോർത്തിണക്കി പറയാറുള്ളൊരു ചരിത്രം തന്നെയാണ്. അങ്ങനെ ഒട്ടേറെ അത്ഭുതങ്ങൾ സൃഷ്ടിച്ച ഈ തിരുച്ചെന്തൂർ മുരുകൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അത്ഭുതം നടക്കുന്നത് 1640കളിലാണ്. ഈ ഒരു സമയത്തായിരുന്നു പോർച്ചുഗീസ് ഡച്ച് യുദ്ധം എന്ന് പറയുന്നത് വളരെ വ്യാപകമായി നടന്നിരുന്നത്. ഇത് പ്രധാനമായും നടന്നിരുന്നത് പല വ്യാപാര കേന്ദ്രങ്ങളും പിടിച്ചടക്കാനായിരുന്നു. പ്രധാനപ്പെട്ട വ്യാപാര കേന്ദ്രങ്ങൾ തമിഴ്നാട്ടിലും കേരളത്തിലുമൊക്കെ ഉള്ളത് പിടിച്ചടക്കിയാൽ, നിയന്ത്രണം തങ്ങളുടെ പക്കലായാൽ പിന്നീട് വലിയ രീതിയിലുള്ള വ്യാപാരങ്ങൾ നടത്താൻ സാധിക്കും. അതുപോലെ തന്നെ ഒരുപാട് ധനസമ്പാദനവും നടക്കും. ഈ കാരണങ്ങളൊക്കെ കൊണ്ട് തന്നെയാണ് പലപ്പോഴും പോർച്ചുഗീസ് ഡച്ച് യുദ്ധങ്ങൾ നടന്നിരുന്നത്. അപ്രകാരം മധുരൈ ഭരിച്ചിരുന്ന തിരുമല നായ്ക്കർ പോർച്ചുഗീസുകാരെ അകമഴിഞ്ഞ് സഹായിച്ചിരുന്നു പലപ്പോഴും പല യുദ്ധങ്ങളിലും. അങ്ങനെ അദ്ദേഹത്തിൻ്റെ സഹായത്തോടു കൂടി, തിരുമല നായ്ക്കരുടെ സഹായത്തോടു കൂടിയാണ് ഡച്ചുകാരെ തോൽപ്പിച്ച് പോർച്ചുഗീസുകാർ കായൽ പട്ടണം കീഴടക്കുന്നത്. ഇദ്ദേഹം അത്രയും അകമഴിഞ്ഞ് സഹായിച്ചിരുന്നു. ഈ ഒരു കാര്യം ഡച്ചുകാരെ വളരെയധികം രോക്ഷാകുലരാക്കി മാറ്റി. അതിന് ഒരു പ്രതികാരമെന്നോണം, ഡച്ചുകാർക്ക് ഏറ്റ ഈ പരാജയത്തിന് ഒരു പ്രതികാരമെന്നോണം അന്നത്തെ പോർച്ചുഗീസ് പട്ടണമായിരുന്ന തൂത്തുക്കുടി എങ്ങനെയെങ്കിലും പിടിച്ചടക്കണമെന്നും, അങ്ങനെ ആ ഒരു പ്രദേശത്തിന് മേൽ തങ്ങളുടെ ആധിപത്യം വന്നു കഴിഞ്ഞാൽ തങ്ങൾക്ക് പലതരത്തിലുള്ള വ്യാപാരങ്ങൾ ചെയ്യാനും സഹായകരമാകുമെന്ന് കരുതി ഡച്ചുകാർ തൂത്തുക്കുടി പിടിച്ചടക്കാനായിട്ട് ശ്രമിക്കുകയാണ്. ആ സമയത്ത് തൂത്തുക്കുടി പിടിച്ചടക്കണമെങ്കിൽ അവർക്കൊരു മിലിറ്ററി ബേസ് വേണം, അല്ലെങ്കിൽ ഒരു പടൈ വീട് അവർക്കും വേണം. ആയുധങ്ങൾ സൂക്ഷിക്കാനും യുദ്ധതന്ത്രം മെനയാനും അവർക്കൊരു സ്ഥലം വേണം. അതിനവർ തിരഞ്ഞെടുത്തത് തിരുച്ചെന്തൂർ തന്നെയാണ്. ഭഗവാന്റെ ഭൂമിയാണ് അവർ തിരഞ്ഞെടുത്തത്. അതായത് സാക്ഷാൽ മുരുക ഭഗവാന്റെ 6 പടൈ വീടിൽ ഒന്നായ തിരുച്ചെന്തൂരിനെ ഡച്ചുകാർ അവരുടെ പടൈ വീടാക്കാൻ ശ്രമിച്ചു. അങ്ങനെ 1649 തിരുച്ചെന്തൂർ പ്രദേശത്തെത്തുന്ന ഡച്ചുകാർ തിരുച്ചെന്തൂർ ക്ഷേത്രം ആക്രമിക്കുന്നു. അതും വളരെ ക്രൂരവും പൈശാചികവും ഭീകരവുമായിട്ടുള്ള രീതിയിലായിരുന്നു ആ ആക്രമണം.
പലതരത്തിലുള്ള ക്ഷേത്ര വസ്തുക്കളും തകർത്തു. ക്ഷേത്രത്തിൻ്റെ മതിൽ തകർക്കുക, അതുപോലെ തന്നെ ഗോപുരത്തിന് തീയിടുക വരെ അവർ ചെയ്തു. അതുപോലെ ക്ഷേത്രത്തിലെ ഭക്തജനങ്ങളെ വളരെയധികം ഉപദ്രവിക്കുകയും പലതരത്തിലുള്ള പ്രശ്നങ്ങൾ അവർ സൃഷ്ടിക്കുകയും ചെയ്തു. അതിനോടൊപ്പം ക്ഷേത്രത്തിലുള്ള പല സ്വത്തുവകകളെയും ഇവർ, അല്ലെങ്കിൽ അതുപോലെ തന്നെ അമൂല്യമായ പല കാര്യങ്ങളെയും ഇവർ മോഷ്ടിക്കാൻ അല്ലെങ്കിൽ അപഹരിക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ തിരുച്ചെന്തൂർ മുരുകൻ്റെ വിഗ്രഹവും അതുപോലെ തന്നെ നടരാജ വിഗ്രഹവും ഇവർ അപഹരിച്ചു. അങ്ങനെ ക്ഷേത്രത്തിൽ നിന്ന് ഇത് അപഹരിച്ചു. പല ഭക്തന്മാരും ഇത് തടയാൻ ശ്രമിച്ചു. എങ്കിൽ ഭഗവാന്റെ പല ഭക്തന്മാർക്കും ക്രൂരമായ മർദ്ദനവും പീഡയുമാണ് ഇവരിൽ നിന്നുണ്ടായത്. ഈ ഭക്തന്മാരുടെ ഭക്തിയെയും അതുപോലെ ഈ എതിർപ്പിനെയും എല്ലാം അവഗണിച്ചുകൊണ്ട് ഡച്ചുകാർ ഈ വിഗ്രഹവുമായി സിലോണിലേക്ക്, അതായത് ശ്രീലങ്കയിലേക്ക് കപ്പൽ മാർഗം പോകാനായിരുന്നു അവരുദ്ദേശിച്ചിരുന്നത്. അങ്ങനെ കപ്പൽ യാത്ര തുടങ്ങുന്നു. ഇതേ സമയം തിരുച്ചെന്തൂർ മുരുക ഭഗവാന്റെ ഭക്തരെല്ലാം തന്നെ വളരെയധികം നിരാശയിലും സങ്കടത്തിലുമൊക്കെ ആയിരുന്നു. തങ്ങളുടെ കൺകണ്ട ദൈവമായിട്ടുള്ള ഉയിരായിട്ടുള്ള ഭഗവാനെ തന്നെ നഷ്ടപ്പെട്ടിരിക്കുന്നു. ഭഗവാന്റെ ക്ഷേത്രം തകർക്കപ്പെട്ടിരിക്കുന്നു. ഈ ഒരു സമയത്ത് തിരുച്ചെന്തൂരിൻ്റെ അവസ്ഥ ഒരു കവി വർണ്ണിക്കുന്നത് ചന്ദ്രനില്ലാത്ത രാത്രി പോലെയായി ഞങ്ങളുടെ അവസ്ഥ എന്നാണ്. അതുപോലെ ഭഗവാൻ ഇല്ലാത്ത ആ വിഷമത്തിൽ, തങ്ങളുടെ ആരെയോ നഷ്ടപ്പെട്ട ആ ഒരു സങ്കടത്തിലായിരുന്നു പലരും. ആ ഒരു സമയത്താണ് ഭഗവാന്റെ ഒരു തിരുവിളയാടൽ, ഒരു അത്ഭുതം സംഭവിക്കുന്നത്. ഡച്ചുകാർ ഈ വിഗ്രഹവുമായി പുറപ്പെട്ടപ്പോൾ വളരെ സാധാരണ രീതിയിലുള്ള കാലാവസ്ഥയായിരുന്നു. വേറെ ഒരു തരത്തിലുള്ള പ്രശ്നവുമില്ലായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇവർ ഈ കപ്പൽ യാത്ര തുടരാൻ തന്നെ ശ്രമിച്ചത്. അല്ലെങ്കിൽ ഒരിക്കലും അവർ പോകില്ല. പക്ഷെ പോകുന്ന മധ്യേ അവർക്ക് വലിയൊരു കഠിനത വന്നു. പേമാരിയും കൊടുങ്കാറ്റും. പെട്ടെന്ന് തന്നെ പ്രകൃതി അതിൻ്റെ രൂപം മാറ്റി. പെട്ടെന്ന് തന്നെ ഒരു കാലാവസ്ഥാ വ്യതിയാനം. ഇവർക്ക് മനസ്സിലായില്ല ഇതെന്താണ് സംഭവിക്കുന്നതെന്ന്. തങ്ങൾ യാത്ര പുറപ്പെട്ടപ്പോൾ ഒരു തരത്തിലുള്ള പ്രശ്നവുമില്ലായിരുന്നു. പക്ഷെ എങ്ങനെയാണ് ഇത്ര പെട്ടെന്ന് പേമാരിയും കൊടുങ്കാറ്റും, അതും അവർ അവരുടെ ജീവിതത്തിൽ പോലും കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള ഭയാനകമായിട്ടുള്ള അവസ്ഥ. ഇവരെല്ലാം തന്നെ, ഡച്ചുകാരെല്ലാം തന്നെ ഭയപ്പെട്ടു. ഇതെന്താണെന്ന് അവർ ആശയക്കുഴപ്പത്തിലായി. അപ്പോഴാണ് അവർക്ക് ആ ഒരു സത്യം മനസ്സിലാകുന്നത്. സാക്ഷാൽ ആറുപടയുടെയും നാഥനായിട്ടുള്ള, യുദ്ധത്തിൻ്റെ നാഥനായിട്ടുള്ള ദേവസേനാധിപതി, ആ ഭഗവാൻ, പരബ്രഹ്മസ്വരൂപൻ, ആ ഭഗവാന്റെ വിഗ്രഹം അപഹരിച്ചു കൊണ്ടുവന്നതായിരിക്കാം ഇതിനെല്ലാത്തിനും കാരണം. ഈ വിഗ്രഹത്തിന് എന്തോ കുഴപ്പമുണ്ട്, ഈ വിഗ്രഹത്തിന് എന്തോ ശക്തിയുണ്ട്, ആ ഭഗവാന്റെ കോപമാണെന്നുള്ള ബോധ്യം ഡച്ചുകാർക്കുണ്ടായപ്പോൾ അവർ മറുചിന്തയ്ക്ക് അവസരം കൊടുത്തില്ല. അപ്പോൾ തന്നെ സാക്ഷാൽ മുരുക ഭഗവാന്റെ ആ വിഗ്രഹം കടലിലേക്ക് അവർ നിക്ഷേപിച്ചു. കടലിലേക്ക് നിക്ഷേപിച്ചപ്പോൾ തന്നെ എല്ലാം പഴയ പോലെ തന്നെയായി. കാലാവസ്ഥ വ്യതിയാനം എല്ലാം മാറി പഴയ പോലെ തന്നെ കടൽ ശാന്തമായി. ആ വിഗ്രഹം എപ്പോഴാണോ അവരുടെ കയ്യിൽ നിന്ന് ആ ജലത്തിലേക്ക് പോയത്, അപ്പോൾ തന്നെ എല്ലാ പ്രശ്നങ്ങളും തീർന്നു. അപ്പോൾ അവർക്കൊരു കാര്യം മനസ്സിലായി. ഇത് സാധാരണ ഭഗവാനല്ല, ഇത് സാധാരണ ഒരു മൂർത്തിയല്ല. സാക്ഷാൽ മുരുകൻ്റെ ശക്തി അവർക്ക് അപ്പോഴാണ്, തിരുച്ചെന്തൂർ മുരുകൻ്റെ ശക്തി മനസ്സിലായത്. ആ സമയത്ത് തിരുച്ചെന്തൂരിലും ഒരു അത്ഭുതം സംഭവിക്കുകയാണ്. തിരുച്ചെന്തൂർ മുരുക ഭഗവാന്റെ ഏറ്റവും വലിയ ഭക്തനും അതുപോലെ തന്നെ ഈ വിഗ്രഹം അപഹരിച്ചതിൽ ഏറ്റവും വിഷമം അനുഭവിച്ചിരുന്ന ഭക്തനായിരുന്നു വടമാലയപ്പ പിള്ള. അദ്ദേഹത്തിൻ്റെ സ്വപ്നത്തിൽ സാക്ഷാൽ മുരുക ഭഗവാൻ വരികയും ഭഗവാന്റെ വിഗ്രഹം കടലിൻ്റെ ഏത് വശത്താണെന്നുള്ള ആ സ്വപ്ന ദർശനം കൊടുക്കുകയും ചെയ്തു. അതിനപ്പുറം എന്തിനേറെ പറയുന്നു, ഭഗവാന്റെ വിഗ്രഹം ഏത് വശത്താണ്, എവിടെയാണ് നിലകൊള്ളുന്നത് എന്ന് ഭഗവാൻ കൃത്യമായി പറഞ്ഞു കൊടുത്തിരുന്നു. അതെങ്ങനെയാണെന്ന് അറിയാമോ? ഭഗവാന്റെ വിഗ്രഹം കടലിൽ ഏതു വശത്താണോ എവിടെയാണോ സ്ഥിതി ചെയ്യുന്നത് അതിന് നേർ മുകളിലായി ഒരു നാരങ്ങ, അതായത് കടലിന് മീതെ, വെള്ളത്തിന് മീതെ ഒരു നാരങ്ങ കാണപ്പെടുമെന്നും അതുപോലെ തന്നെ ഭഗവാന്റെ വിഗ്രഹത്തിന് നേർ മുകളിൽ ഗരുഡൻ പറക്കുന്നത്, വട്ടമിട്ട് പറക്കുന്നത് നിനക്ക് കാണാമെന്നും വടമാലയപ്പ പിള്ളയോട് ഭഗവാൻ സ്വപ്ന ദർശനമായി പറഞ്ഞിരുന്നു. അപ്രകാരം അദ്ദേഹം കുറച്ച് മുക്കുവരെ കൂട്ടിക്കൊണ്ട് ഒരു കപ്പലിൽ ഇദ്ദേഹം ഭഗവാൻ പറഞ്ഞ ആ വശത്തേക്ക് യാത്ര തിരിക്കുകയാണ്. കൃത്യം ഭഗവാൻ പറഞ്ഞതുപോലെ തന്നെ ഒരു നാരങ്ങയും അതിനു മുകളിൽ ഗരുഡനെയും കണ്ടു. ഭഗവാൻ പറഞ്ഞത് അനുസരിച്ച് തന്നെ അതേപോലെ മുങ്ങി നോക്കിയ ആ ഭക്തർ കാണുന്നത് ഭഗവാന്റെ ശിലയാണ്. അങ്ങനെ ഭഗവാന്റെ ശില ഇവർ തിരുച്ചെന്തൂരിലേക്ക് കൊണ്ടുവരികയും പിന്നീട് ഭഗവാനെ അവിടെ പ്രതിഷ്ഠിക്കുകയുമാണ് ഉണ്ടായത്. അതുപോലെ തന്നെ വേറൊരു അത്ഭുതം എന്ന് പറയുന്നത്, ഇപ്പോഴും ഭക്തർ പറയുന്നൊരു കാര്യം, ഭഗവാന്റെ വിഗ്രഹത്തിൽ ഇപ്പോഴും മീനുകൾ കൊത്തിയ പാടുണ്ടെന്നാണ്. ഇത്രയും അത്ഭുതം സൃഷ്ടിക്കാവുന്ന ഭഗവാന് 2-3 ദിവസം ജലത്തിന് അടിയിൽ കിടന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുക, മീൻ കൊത്തുന്നതെന്ന് ചോദിച്ചാൽ ഭഗവാൻ തന്നെ ഭഗവാന്റെ ഇഷ്ടപ്രകാരം ചെയ്തതാണ്. ഭഗവാന്റെ ഭക്തനായിട്ടുള്ള വടമാലയപ്പ പിള്ളയുടെ ആ ഒരു ചരിത്രവും അതുപോലെ തന്നെ ഭഗവാന്റെ ഈ തിരുവിളയാടലും എല്ലാവരും അറിയാൻ വേണ്ടിയാണ് ഭഗവാൻ അതിൻ്റെ അടയാളമായി ഭഗവാന്റെ മുഖത്ത് ഇത് സൂക്ഷിച്ചിരിക്കുന്നത്. അത് ഭഗവാൻ തന്നെ സ്വയം ഭഗവാന്റെ ഇഷ്ടപ്രകാരം ചെയ്തതാണ്. ഇതുപോലെ തന്നെയാണ് തിരുപ്പതി അപ്പൻ്റെ കഥയും. തിരുപ്പതി അപ്പൻ്റെ താടി പൊട്ടിയിട്ടുണ്ട്. അവിടെ നമ്മൾ പച്ചക്കർപ്പൂരം വെച്ച് എപ്പോഴും കാണും. അതൊരു ഭക്തൻ്റെ കഥയാണ്. ആ ഭക്തനെ എന്നെന്നും ഓർമ്മിച്ചിരിക്കാൻ വേണ്ടിയാണ് ഭഗവാൻ അങ്ങനെയുള്ള ഒരു തിരുവിളയാടൽ കാണിക്കുന്നത് അല്ലെങ്കിൽ ചെയ്യുന്നത്. അപ്രകാരം വലിയ അത്ഭുതങ്ങൾ സൃഷ്ടിച്ച തിരുച്ചെന്തൂർ മുരുകൻ
ചോദിക്കുന്ന വരം എന്തും കൊടുക്കുന്ന കരുണാമൂർത്തിയാണ് തിരുച്ചെന്തൂർ മുരുകൻ. ഭഗവാൻ ഏറ്റവും പ്രധാനപ്പെട്ട ഭഗവാൻ തന്നെയാണ്. ആ ഭഗവാന്റെ ഏറ്റവും നമ്മൾ പുരാണ കാലത്തേക്കൊന്നും പോകേണ്ട ഭഗവാന്റെ അത്ഭുതങ്ങൾ തേടി കണ്ടെത്താൻ. വേറെ ഒന്നും ചെയ്യേണ്ട, ഇതുപോലുള്ള ചെറിയ കഥകളൊക്കെ മനസ്സിലാക്കിയാൽ മതി. നമ്മളെപ്പോഴും പല ക്ഷേത്രങ്ങളും നഷ്ടപ്പെട്ടു, ക്ഷേത്രങ്ങൾ തകർക്കപ്പെട്ടു, നമ്മുടെ ഭഗവാന്മാർക്ക് ശക്തിയില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്, ഇങ്ങനെ പല അത്ഭുതങ്ങളും അരങ്ങേറാറുണ്ട്. ഇങ്ങനെ പല അത്ഭുതങ്ങളും ഭഗവാന്മാർ സൃഷ്ടിക്കാറുണ്ട്. പലപ്പോഴും നമ്മൾ അറിയാതെ പോകുന്നു എന്നുള്ളത് മാത്രം. അഹോബിലം.